ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ സ്തംഭനത്തിനെതിരെ ഇടുക്കി അടിമാലിയിൽ ബഹുജന സത്യാഗ്രഹ സമരം. ഡീൻ കുര്യാക്കോസ് MP സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത സംരക്ഷണ സമിതി ദേശീയപാത ഉപരോധിച്ചു. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാത 85-ലെ നിർമ്മാണ തടസ്സത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ദേശീയപാത സംരക്ഷണ സമിതി നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ ബഹുജന പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലത്ത് നിർമ്മാണ നിരോധനം അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ആ നിർമ്മാണം നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ജനങ്ങൾ വഴിയിലിറങ്ങി പ്രതിഷേധവുമായി എത്തുന്നത്. MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു സമരത്തിന് രംഗത്തേക്ക് മുന്നോട്ട് വരുന്നത്? അതായത് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടായിട്ടും റോഡിന്റെ നിർമ്മാണം അത് നല്ല വിധത്തിൽ നടപ്പിലാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 10 മീറ്റർ വീതിയിൽ ഈ റോഡ് നിർമ്മാണം നടത്താൻ വേണ്ടി അതായി നിലപാട് സ്വീകരിക്കണമെന്നാണ്. പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല. സർക്കാർ വീണ്ടും ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ച് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നാട്ടിലെ ജനങ്ങളെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒക്ടോബറിലാണ് വിധി വന്നത്. 3.5 മാസം കഴിഞ്ഞു. 3.5 മാസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടി ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു, അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കലാണ്. അപ്പോൾ ഈ നാട്ടിലെ ഇടതുപക്ഷ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള ഒരു കപട പ്രഖ്യാപനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പോൾ തന്നെ പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നും പരിഹരിച്ചിട്ടില്ല. ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. ആ കമ്മിറ്റി നിയോഗിച്ചിട്ട് ഇപ്പം 1 മാസമാകാറായി. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 3 ആഴ്ച കഴിഞ്ഞു, റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് നിഷേധാത്മകമായ സമീപനം എന്ന് പറയുന്നത് ഫോറസ്റ്റിനോടൊപ്പം നിന്നുകൊണ്ട് ഈ വികസനം അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇത് സംസ്ഥാന സർക്കാരിന് 10 പൈസയുടെ മുടക്കില്ലാത്തൊരു പദ്ധതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് മുടക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു വികസന പദ്ധതിയാണ്. ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് പറയുന്നത്. MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള നേതാക്കളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. UDF-ന്റെയും LDF-ന്റെയും ഒക്കെ ആളുകൾ ഈ സമരത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പലതവണയായി ഇവർ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയതാണ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ആ പാത അതിപ്പോഴും നിർമ്മാണ സ്തംഭനത്തിലാണ് നടക്കുന്നത്. വലിയ ഗതാഗത കുരുക്ക് പലപ്പോഴും നേരിടുന്നു. അടിമാലിയിലേക്കും മൂന്നാറിലേക്കും പോകേണ്ട മുഴുവൻ വാഹനങ്ങളും കടന്നു പോകേണ്ട ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്തെ ഈ നിർമ്മാണ അല്ലെങ്കിൽ തടസ്സം അതാണ് വലിയ തോതിൽ ഇതുവഴിയുള്ള യാത്രക്കാരെ ബാധിച്ചിട്ടുള്ളത്, ഇവിടുത്തെ ആളുകളെ ബാധിച്ചിട്ടുള്ളത്. അതിനെതിരെ ആണ് ഇപ്പോൾ ഈ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എത്രയും വേഗം അവിടുത്തെ നിർമ്മാണ നിരോധനം നീക്കുന്നതിന് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം.